പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന കൊച്ചേട്ടന്റെ ചായക്കടയിലേക്ക് കലോത്സവ നഗരിയിലെത്തുന്നവരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാരണം മറ്റൊന്നുമല്ല, നിർധനയായ കോഴഞ്ചേരി സ്വദേശി റീനയ്ക്കും മക്കൾക്കും വേണ്ടി അടച്ചുറപ്പുള്ള ഒരു വീടിനു വേണ്ടിയാണ് ചായക്കടയിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്നത്. രുചികരമായ ആഹാരം കഴിക്കുന്നതിനോടൊപ്പം റീനയ്ക്കും മക്കൾക്കും സഹായം കൂടി നൽകുകയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്ഷണപ്രിയരും. ഞങ്ങൾ ആദ്യം പോയി ആ വീട് കണ്ടപ്പോൾ അവർ വെറും ടാപ്പോളിൻ ഷെഡ് ഉണ്ടാക്കി ഒരു അമ്മയും 2 മക്കളും ആയിട്ട് ജീവിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അത് ഞങ്ങൾക്കും എൻ്റെ NSS വോളണ്ടിയേഴ്സിനും അതൊരു ഭയങ്കര ഞങ്ങൾക്ക് ഇവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ആദ്യം വിലക്കുറവുള്ള തനി നാടൻ ആഹാര സാധനങ്ങളാണ് കൊച്ചേട്ടന്റെ കടയിൽ നിന്നും ലഭിക്കുന്നത്. സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ സാധനങ്ങൾ വെക്കുന്നുണ്ട്. അത് ഉൾപ്പെടുന്ന ഇലയപ്പം, കുമ്പളപ്പം, പിന്നെ ഏത്തയ്ക്ക പുഴുങ്ങിയത്, അങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടാത്ത എന്നാൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങളുടെ വെക്കുന്നത്. അത് തന്നെ ഏറ്റവും വില കുറഞ്ഞ് ഇപ്പോൾ തന്നെ ഇവിടെ വൈകിട്ട് അവൽ 5 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, അവലും പഴവും വെച്ച്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് വിശപ്പും അകറ്റാനായിട്ട് അവർ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ അവർക്ക് സ്വാദിഷ്ടമായ രീതിയിൽ എങ്ങനെ സാധനങ്ങൾ കിട്ടുന്നോ അത് ഇവിടെ നൽകാനാണ് ഞങ്ങളിവിടെ ശ്രമിക്കുന്നത്. 20 പേരടങ്ങുന്ന കലവറ കമ്മിറ്റിയാണ് കടയുടെ മേൽനോട്ടം വഹിക്കുന്നത്. കൊച്ചേട്ടന്റെ ചായക്കട എന്ന പേര് നൽകാനുള്ള കാരണം ഇങ്ങനെ: വാണിജ്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മ, ഈ കോളേജിലെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ള NSS വോളണ്ടിയേഴ്സിന്റെ സൗഹൃദ കൂട്ടായ്മയാണ് ഈ കടയിൽ കൂടുതൽ കാണാൻ പറ്റുന്നത്. ചായക്കടയിലൂടെ ലഭിക്കുന്ന വരുമാനം മുഴുവനും വീട് പണിക്കായി ഉപയോഗിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. രുചികരമായ ആഹാരം വിളമ്പുന്നതിനോടൊപ്പം നന്മയുടെ സന്ദേശം കൂടിയാണ് ഈ കോളേജ് വിദ്യാർത്ഥികൾ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.